ഞാൻ ഇന്ന് അതിശയത്തോടു കൂടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഒന്നും അറിയപ്പെടാതിരുന്നിരുന്ന ആ ഒരു ത്രികോണ അമ്പലങ്ങൾ, ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ്റെ ആ ഒരു തിരുനാവായ എന്ന് പറയുന്ന സമയത്ത് നമ്മളെപ്പോഴും വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ അവിടെ പോയിട്ട് ബലിയിട്ട് പോകുന്നുണ്ട്. ഈ ബ്രഹ്മ ശിവൻ്റെയും ഈ ഒരു സംഗമം തൊട്ടടുത്ത് ഇത്രയും പുരാതനമായിട്ടുള്ളൊരു അമ്പലം ഉള്ളതും അതിലേക്ക് ഇത്രയും വലിയൊരു ജനപ്രവാഹങ്ങളും വിശ്വാസികളുടെ വരവും കാണുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി, ദൈവം ഉണ്ട് എന്നുള്ളത്. കാരണം ഇന്ന് ഈ വിശ്വാസികളെ മുഴുവൻ അടിച്ചമർത്താൻ വേണ്ടി നോക്കുന്ന ഒരു ഭരണകൂടം, ആ വിശ്വാസങ്ങളിൽ കൈകടത്താതെ ഹിന്ദുവിൻ്റെ വിശ്വാസങ്ങളിൽ എന്നും കൈകടത്തി അവരെ അടിച്ചമർത്താൻ വേണ്ടി നോക്കുന്ന ആ ഒരു സംരംഭം അത് ശക്തമായിട്ട് അങ്ങ് പരാജയപ്പെട്ടതായിട്ടാണ് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകളാണെന്ന് നീലാതീരത്തും നിലയുടെ നടുക്കിലും ഈ സംരംഭത്തിൽ പങ്കുചേരാൻ വേണ്ടി വന്നിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ എന്ത് തന്നെയായാലും ശരി, നമ്മുടെ ഈ ഹൈന്ദവ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ള ആ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ശക്തി ഉണ്ടെന്നുള്ളത് കാണാൻ സാധിച്ചു. ഇന്ന് ഞാൻ വേറൊരു കാര്യം കൂടെ അറിഞ്ഞു. ഈ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് മുഴുവൻ മുസ്ലിം സഹോദരങ്ങളുടെ വീടുകളാണ്. അവർ മുഴുവൻ വീടുകൾ തുറന്നിട്ടിരിക്കുകയാണ്. അല്ലാതെ അവിടെ വണ്ടി പാർക്ക് ചെയ്തതല്ല, അവരുടെ വീടിൻ്റെ ഗേറ്റ് തുറന്നിട്ടിട്ട് ആര് വേണമെങ്കിലും പാർക്ക് ചെയ്തിട്ട് പോകും. അപ്പം അങ്ങനെ സൗകര്യം ചെയ്യുന്നൊരു സൗഹൃദമാണ് ഞാനിവിടെ കണ്ടത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ എല്ലാ വിശ്വാസികളും, അതൊരു ഹിന്ദു വിശ്വാസിയാണെങ്കിൽ അവൻ്റെ വിശ്വാസത്തിൽ അവൻ വിശ്വസിക്കുന്നുണ്ട്, മുസ്ലിം ആണെങ്കിൽ അവൻ വിശ്വസിക്കുന്നുണ്ട്, ക്രിസ്ത്യാനിയാണെങ്കിൽ വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ ആരും തമ്മിൽ ഓരോരുത്തൻ്റെയും വിശ്വാസങ്ങളിൽ കൈകടത്താറില്ല. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇന്നിവിടെ കണ്ടത്. നിങ്ങളിവിടെ വന്ന് കാണണം, അപ്പോഴാണ് അറിയുള്ളൂ ഇതിൻ്റെ മഹത്വം എത്ര വലുതായിരിക്കുന്നത്. എനിക്ക് സംഘാടകരോട് പറയാനുള്ളൂ, ഇവിടുത്തെ ടൂറിസം മിനിസ്റ്ററോ അല്ലെങ്കിൽ ആരാണെങ്കിലും ശരി, ഇനിയെങ്കിലും ഈ രണ്ട് അമ്പലങ്ങളിലേക്കുള്ള വഴികൾ, അതിപ്പോൾ ഞാനിവിടെ പെടുന്ന സമയത്താണ് അതിൻ്റെ മനസ്സിലാക്കുക. കാരണം ഇവിടെ ആരും വരാറില്ല എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് ആ വരാറില്ലാത്ത സ്ഥലത്താണ് ലക്ഷങ്ങൾ വന്ന് കയറിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്തായി? ഭഗവാൻ ഉണർന്നിരിക്കുന്നു. സർവേശ്വരൻ്റെ ശക്തി കേരള മണ്ണിലെ എല്ലാവർക്കും, അത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി എന്നില്ല, എല്ലാവർക്കും, നമ്മൾ മനുഷ്യഗണങ്ങൾക്കെല്ലാം ഉപകരിക്കത്തക്ക രീതിയിലുള്ള അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ എല്ലാവരും വന്ന് അനുഗ്രഹം വാങ്ങിക്കണം. ഈ അമ്പലങ്ങൾ ഇനി ലോകപ്രശസ്തമാവും എന്നുള്ള നല്ലൊരു വിശ്വാസമുണ്ട്. ഈ സംരംഭം തുടങ്ങി വെച്ച സംഘാടകർക്കും എല്ലാവർക്കും ഞാൻ അകമഴിഞ്ഞ് നന്ദി പറയുന്നു. ബിക്കോസ് യു ഹാവ് വോക്കൺ അസ് അപ്പ്. നമ്മുടെ സംസ്കാരത്തിന് ഉണർത്തിയിരിക്കുക. താങ്ക് യു സോ മച്ച്. ശംഭോ മഹാദേവ.